വീടും ബസ്സും ഒക്കെ മേടിച്ച് ഞാൻ ഗൾഫിൽ കഷ്ടപ്പെട്ട പൈസയായത്. ഒരു ആദ്യം തൊട്ട് കഷ്ടപ്പെട്ട പൈസയായത് വീട്. ഇതൊരു നിലയായിരുന്നു. ഇത് പറയുന്ന ജോലിക്ക് പോകണം, ഞാൻ തിരിച്ച് ഗൾഫിൽ പോകണം, ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുക്കാൻ എനിക്ക് സുഖമില്ലാവുന്ന ഗൾഫിൽ നിന്ന് പ്രവാസിയാന്ന് എന്നെ വെളിയിലാക്കിയിട്ടേക്കുക. അവിടെ കണ്ടില്ല, അപ്പുറപ്പം പൂട്ടി താക്കോലായിട്ട് പോയിരിക്കുക. പല വട്ടം എന്നെ വെളിയിൽ ചാടിച്ച് ഇവിടെ കെടുത്തേക്കെ തീറ്റിയും കൂടിയൊക്കെ ഇന്നലെ പൂട്ടിയിട്ട് പോയത് ഇതുവരെ വന്നിട്ടില്ല. ഇവിടെയൊക്കെ ഒന്ന് പട്ടിയും പൂച്ചയും കയറി ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. പേടിച്ചാണ് ഇവിടെ കിടക്കുന്നത്. ലൈറ്റൊന്നും ഇല്ല, ലൈറ്റ് എല്ലാം ക്ലോസ് ആക്കിയിട്ടിട്ട് പോയേക്കുക. ആഹാരമൊക്കെ ചിലപ്പോൾ കടയിൽ ചിലപ്പോൾ നാട്ടുകാർ വരും, അങ്ങനെ വിളിച്ച് തരുക. അല്ല ആഹാരമൊന്നുമില്ല, ആഹാരമൊന്നും കഴിക്കാൻ തരത്തില്ല. ഈ പുരുഷ കമ്മീഷൻ വേണം എന്ന് രാഹുൽ ഈശ്വർ പറയുമ്പോൾ എല്ലാവരും രാഹുൽ ഈശ്വറിനെ പരിഹസിക്കും. പുരുഷന് കമ്മീഷനോ എന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻ ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ പാഷ സാറും ഒരു വീഡിയോയിൽ എന്നോടോ മറ്റോ അഭിപ്രായപ്പെട്ടപ്പോഴോ അദ്ദേഹത്തിൻ്റെ ചാനലിലോ മറ്റോ പറഞ്ഞിരുന്നു, ഒരുപാട് വേദന അനുഭവിക്കുന്ന പുരുഷന്മാരും ഈ നാട്ടിലുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ അത് ധാരാളമായുണ്ട്. പലപ്പോഴും അത് അഡ്രസ്സ് ചെയ്യാനുള്ള ആളുകളോ സ്ഥലങ്ങളോ ഏർപ്പാടുകളോ ഇല്ലെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 100 കണക്കിന് പുരുഷന്മാർ പലതരം ജീവിതത്തിൽ നേരിടുന്ന പരാതിയുമായി വന്നേനെ. എൻ്റെ നാട്ടിൻപുറത്താണ് തഴവയിൽ ഒരു പ്രവാസിയായ മനുഷ്യൻ 35 വർഷക്കാലം പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തി. എല്ലാ ആണുങ്ങളോടും ഒരു കാര്യം പറയാണ്, അവനവൻ ഒരു വെടിക്കുള്ള മരുന്ന് കയ്യിൽ സൂക്ഷിക്കണം. എല്ലാ പിടുത്തവും വിട്ടുകൊടുത്തിട്ട് അവസാനം തേരാപ്പാര നടന്ന് എൻ്റെ പോയേ എന്നും പറഞ്ഞ് കരഞ്ഞാൽ ആളുകൾ പറയുക, നീ ആരാ, പിണ്ണാക്കാന്നോ എന്നേ ചോദിക്കുകയുള്ളൂ, നിന്നെ കൊള്ളത്തില്ലെന്നേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളുടെ നിയന്ത്രണം കയ്യിലിരിക്കണം. ഇത് പാവപ്പെട്ടവൻ ഒരുപാട് കാലം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച് നാട്ടിൽ വീടും സ്ഥലവുമൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നപ്പോൾ അവനെ ഭാര്യ പെരയ്ക്കകത്ത് കിടത്തത്തില്ല, പുറത്ത് കാർപോർച്ചിലായിരുന്നു കിടത്തം. ദേ ഈ ദൃശ്യങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് കൈകാര്യം ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ സിദ്ദീഖ് മംഗലശ്ശേരിയാണ്. ഇതാണ് നാസറിന്റെ അവസ്ഥ. ആർക്കും ഇവിടെ പ്രവേശിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ 35 വർഷം പ്രവാസ ജീവിതം നയിച്ച ഈ മനുഷ്യൻ ഇപ്പോഴ് ഇങ്ങനെ ഒരു കസേരയിട്ട് തൊട്ടപ്പുറത്താണ് ഒരു പായിട്ട് കിടക്കുന്നത്. എന്ത് പ്രതിസന്ധികളായാലും പരസ്പരം പറഞ്ഞു തീർത്ത് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളുടെ കൂടെ ബാധ്യതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശ്നങ്ങൾ ശരിയും തെറ്റും ഉണ്ടാകാം. ശരി ഏതാണെന്ന് നമുക്കറിയില്ല. ഭാര്യയില്ല, ഞാൻ അവരെയും കൂടെ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇതുകൊണ്ട് പൂട്ടിട്ട് പോയിരിക്കുകയാണ്. ഇതൊക്കെ ദയനീയമാണ്. 35 വർഷം ഇപ്പോൾ അവർ എല്ലായിടവും പൂട്ടി പോയിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇത് മനുഷ്യരാശിക്ക് തന്നെ നാശം സംഭവിക്കുന്നതിന്റെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ദൈനംദിനം ഉപേക്ഷിക്കപ്പെടുന്നവർ, ആരോരുമില്ലാത്തവർ, അനാഥരൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. 35 വർഷം പ്രവാസ ജീവിതം നയിച്ചിട്ട് അവസാനം ഒന്നുമില്ലാതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. പ്രവാസികളെല്ലാം ആലോചിക്കുക, ഞാനും പ്രവാസിയായിരുന്നു, പക്ഷെ നമുക്കൊക്കെ പടച്ച തമ്പുരാന്റെ കൃപകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് എന്തായാലും ഇതൊരു വലിയ ദയനീയമാണ്. ഇല്ലേ നാസറേ? ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അറ്റാച്ച് ചെയ്തിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ജീവിക്കാൻ മുമ്പോട്ട് ഇദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥ. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഇത്രയും പിണങ്ങാൻ കാരണം എന്താ വന്നെനി സത്യസന്ധമായി പറയാം. ഇല്ല, അതുകൊണ്ട് പിന്നെ നിങ്ങൾ ജീവിച്ചു, ഒരു കുഞ്ഞുണ്ടായി, പിന്നെ അതിനെ പോകാൻ കഴിച്ചയച്ചു. സുഖമില്ലാത്ത നിങ്ങള് വീണ്ടും എന്ത് കാരണങ്ങളായിക്കോട്ടെ, അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ എന്ത് കാരണങ്ങളായാൽ തന്നെയും ഒരിക്കലും അദ്ദേഹത്തെ പുറത്തു കിടത്താൻ പാടില്ല. ഈ കാണിച്ചിരിക്കുന്ന സത്യത്തിൽ അനീതിയാണ്. ഇപ്പോൾ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കുറേ കള്ളക്കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ കർശനമായി ഇടപെട്ട് ഇനി ഏതെല്ലാം കേസുകൾ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒട്ടനവധി കേസുകൾ കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാണ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ കേസുകളൊന്നും ഒരു പ്രശ്നമല്ല. നിരവധി കേസുകൾ നിലവിലുണ്ട്. അച്ഛനെയും അമ്മയും നോക്കാത്ത മക്കളെ
കോടതിയിൽ ഹാജരാക്കി കേസുകളൊക്കെ നടത്തുന്ന ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത് ഒരു പ്രവാസിയായ ഈ മനുഷ്യന് ശിഷ്ടജീവിതം. ഇദ്ദേഹത്തിന് 3 സ്ട്രോക്ക് വന്നു, 3 ആൻജിയോഗ്രാം കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന് ഇനി ഒരടവ് കൂടിയുണ്ട്. ഇദ്ദേഹത്തിന് ഒരു ഭക്ഷണം കൊടുക്കാൻ മറ്റു പലയിടത്തു നിന്നും വാങ്ങിക്കഴിക്കുന്ന അവസ്ഥ. 30-31 വർഷക്കാലം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മനുഷ്യനെന്ന നിലയിൽ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടുന്ന ഒരു സംവിധാനം കൂടി ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തന ആവശ്യം. ഇതാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. ആ പാവം മനുഷ്യനും ഏതാണ്ട് പറയുന്നുണ്ട്, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവൻ്റെ ആശയങ്ങൾക്ക് വ്യക്തതയുണ്ടാവുകയോ കേൾക്കാൻ ആളുണ്ടാവുകയോ ചിലപ്പോൾ സാധ്യമാകില്ല. ഞാൻ പറയുന്നത് എന്താ, നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് അവിടെ ജീവിക്കാൻ പോയില്ലല്ലോ. ആ രാജ്യം വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര നടക്കത്തുള്ളൂ നാട്ടില്. നമ്മ ഇന്ത്യയില് വരെ പിന്നെ എങ്ങോട്ട് പോകണ്ട, നമ്മ നാട്ടിൽ പിന്നെ എങ്ങോട്ട് പോകണ്ട, നമ്മുടെ നാട്ടിൽ താമസിക്കാൻ. ആ രാജ്യത്ത് വേണ്ട എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വിദേശത്ത് നിന്നെടുത്ത് പറ്റുന്നില്ല, അവർക്ക് വേണ്ട, അവിടെ വേണ്ട, ഇനി അങ്ങോട്ടേക്ക് പോകാനും പറ്റത്തില്ല. പിന്നെ നമ്മൾ എങ്ങോട്ട് നമുക്ക് പോകാനൊരു ഇടവില്ല. നമ്മൾ ഇന്ത്യയിൽ കേരളത്തിലല്ല, പിന്നെ നമ്മൾ അങ്ങോട്ടാ പോകേണ്ടത്. നമ്മൾ ഇവിടെ അല്ല. നമ്മൾ ഈ വീട് വെച്ചിട്ട് എത്ര കാലമായി? ഈ വീട് 99 പണി 99 തുടങ്ങിയാണ്. അവരുടെ സ്ത്രീധനം വല്ലതും തന്നിട്ടുണ്ടോ? സ്ത്രീധനം തന്നിട്ടില്ല. എനിക്ക് സ്വർണം തന്നിട്ടുണ്ട്. അന്ന് 20-15 സ്വർണം, 15 സ്വർണം തന്നിട്ടുണ്ട്. ആകെ തന്നിട്ടുള്ള അത് അതിനേക്കാൾ കൂടുതൽ അവളെ ശരീരത്തുണ്ട്. അത് സ്വർണ്ണമല്ല, ഒറിജിനൽ സ്വർണം. അത് കൂടുതൽ അവളെ ശരീരത്തുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് ഈ എവിടെ ഗൾഫിൽ വന്നല്ലോ, ഗൾഫിൽ വന്നപ്പോ ഒരുപാട് വഴക്കുണ്ടായി, തെറ്റാനൊക്കെ പോയിരുന്നു മക്കള്. തെറ്റാൻ പോയപ്പോ ഞാൻ ഇടപെട്ട്, മരുമോനും മോളായിട്ട് ഇടപെട്ട് ഞാൻ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഈ പിണക്കം ഉണ്ടാകുന്നത്? അത് നേരത്തെ മുതൽ പിണക്കമാണോ? ആദ്യമായിട്ടോ കല്യാണം കഴിച്ചപ്പോഴേ പിണക്കോള് കൊടുക്ക ഇപ്പോഴല്ല, കല്യാണം കഴിക്കുമ്പോഴേ ഉണ്ട് സ്വഭാവം. അപ്പൊ നിങ്ങളുടെ രേഖകൾ മുഴുവനും അവരെടുത്ത് വെച്ചിരിക്കും, തരുന്നില്ല. അല്ലാതെ എന്റെ തന്നെന്നാ പറയുന്നത്. ഞാൻ എടുത്ത് മാറ്റിയേക്കുവാന്ന് പറയുന്നത്. അവിടെ എടുത്ത് ആരുടെ കൊടുത്തു വിട്ടേക്കുക, മാറ്റി വെച്ചേക്കുക. ഇപ്പം നാസർ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഇവിടുന്ന്? ഭക്ഷണം കഴിക്കുന്ന പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ തരും. പിന്നെ കടയിൽ പോയി ഈ 35 വർഷം പ്രവാസ ജീവിതത്തിൽ എത്ര കാലം ലീവിന് വന്നിട്ടുണ്ട്? ഞാൻ 5 വട്ടം വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പൂർണ്ണമായി സത്യസന്ധമായിട്ടാണോ ഈ പറയുന്നത്? സത്യസന്ധം. ഞാൻ കള്ളത്തരം പറയില്ല. എനിക്കിത് കള്ളത്തരം പറഞ്ഞിട്ട് എന്താ കാര്യമുണ്ട്? എന്റെ കുടുംബത്തിൽ ഞാൻ ഉണ്ടാക്കി പൈസ പോയി, ജീവിതം പോയി. ഇപ്പൊ ആരും ഇല്ലാതെ അവരെന്തോ പറയുന്നത്? ഭാര്യ പറയുന്നത് വീണ്ടും കൽവി വേണം, നിങ്ങള് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത വീണ്ടും കൽവി വേണം, ജോലി ചെയ്യണം, ജോലി ചെയ്ത് കൊടുക്കണം, അങ്ങനെ വീണ്ടും ബസ്സെല്ലാം പേർക്ക് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. ഏറ്റവും ഒടുവിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ACPയും സംഘവും ഒക്കെ പരിശോധിച്ചിട്ട് അവരെല്ലാവരും ഉള്ളിൽ ഊറിച്ചിരിക്കുന്നുണ്ടാവും. ഈ ഗതികേടിൻ്റെ നടുവിലും ഒരു പുരുഷന്, മീശയുള്ള പുരുഷന് സംഭവിച്ചത് കണ്ടിട്ട് അവരെല്ലാവരും കൂടി വന്ന് വീട് തുറന്ന് അകത്ത് കയറ്റി കിടത്തി. പോലീസുകാര് ഈ നാട്ടിൽ കിടക്കുന്ന എല്ലാവന്മാരും കൂടെ വന്ന് ഞാൻ ഗുണ്ടാസംഘം നടത്തുവാന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര അന്നേരം ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ കൊണ്ട് ഇവിടുന്ന് സൗറയെന്നും പറഞ്ഞ് ഒരു ഓട്ടം ഇവിടുന്ന് ഇറങ്ങി. ഇപ്പം ആരും ഞാനും സാവും കൂടെ ഇവിടെ നമ്മൾ സംഭവം പറഞ്ഞോണ്ട് നിൽക്കുക. ഇവിടെ പറഞ്ഞോണ്ട് ഒരു കാര്യം പറയാം, അദ്ദേഹത്തിന്റെ നേരത്തെങ്ങാണ് ഒരു പൂർണ്ണ സംഭവിക്കാം. ഇതുപോലെ കാര്യമില്ലല്ലോ. ഞാൻ 30 വർഷം കൊണ്ട് ഞാനിവിടെ നല്ല രസമുണ്ട്. എന്റെ സ്വർണ്ണവും പൈസയും ഇവിടെ തുറന്ന് പോയോ കെടുത്തോമാര്. പക്ഷേ കിടത്തിയിട്ട് ആരെങ്കിലും അവിടെ കൂട്ടുകിടക്കാനുണ്ടാവുമോ? എല്ലാവരും പോരുന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് പിടിച്ചിറക്കി പുറത്തിട്ട് പൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഈ പ്രവാസി സംഘടനകളോടും അതുപോലെ നാട്ടിലുള്ള ആളുകളോടും ഒക്കെ പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ പുരുഷനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി എല്ലാവരും ചാടിയിറങ്ങി
എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാമല്ലോ. ചാനലുകളിലൊക്കെ മാറിയും തിരിഞ്ഞും എല്ലാം ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ട് ചിരിച്ചുപോയി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ജനുവരിയിലേക്ക് മാറ്റിവെച്ചു. ആർക്കും ഒരു താല്പര്യവുമില്ല. എന്നിട്ട് വേറൊരു വാർത്തയും കണ്ടു, ഇപ്പോൾ തൽക്കാലം ചോദ്യം ചെയ്യുന്നില്ലെന്ന്. എന്നിട്ടും പ്രയാസമില്ല. കിളി കരയുന്നില്ല, അരുൺകുമാർ മിണ്ടുന്നില്ല, ലക്ഷ്മി പത്മ ബഹളം വെക്കുന്നില്ല. പിന്നെ ചാനലുകളൊന്നും നമ്മുടെ എന്താ പറയുന്നത് റാവുത്തറും സംഘവും മീഡിയ വൺ അടിച്ച് പൊളിക്കുന്നില്ല. ഒന്നുമില്ല. എല്ലാവരുടെയും സൂക്കേട് തീർന്നു, സംഗതി കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞതുപോലെ അനുഭവിച്ചെരയുണ്ട്, അപമാനിക്കപ്പെട്ട വേട്ടക്കാരനുമുണ്ട്. അവൻ വേട്ടക്കാരനാണെങ്കിൽ ഇനി അവൻ്റെ ഹണി ട്രാപ്പാണോ അല്ലായിരുന്നോ, അല്ലെങ്കിൽ അവൻ ചെയ്തത് എന്താണെന്നുള്ളത് ഇനി കോടതി വിധി പറയുമ്പോൾ അപ്പം പിന്നെ ആ കേസ് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഒരു താല്പര്യം. ഈ പറഞ്ഞതുപോലെ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ, പക്ഷേ അതിന് ആ ശിക്ഷിക്കുന്നതിനുള്ള ഒരു സാഹചര്യവും മാറിയില്ല. അന്ന് തെറ്റുകാരനാണെങ്കിൽ ഇപ്പോഴും അവൻ തെറ്റുകാരനാണ്. പക്ഷേ ഇപ്പോൾ ആ വിഷയമില്ല. അതാണ് രസം. ഏതായാലും ഇയാളുടെ കാര്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണെന്ന്. കഷ്ടം.